ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈവനിങ് സ്നാക്ക് എഗ് പഫ്സ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. പണ്ടൊക്കെ ഞാനിത് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ആലോചിക്കും ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതാവുമെന്ന്. ഇത് ഉണ്ടാക്കാൻ അത്ര പണിയൊന്നുമില്ല, നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കണം ഇതിന്. അപ്പോൾ ഞാൻ മുട്ട സാധാരണ പുഴുങ്ങുന്നത് കുക്കറിലാട്ടോ, അതാകുമ്പോൾ വേഗം എളുപ്പത്തിലാവും. പിന്നെ നമുക്ക് വേണ്ടത് സവാള, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ തക്കാളി. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള പൊടികൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാല, മുളക് പൊടി, ഉപ്പ്. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി വെക്കണം. ഇതാണ് പഫ് പേസ്ട്രി ഷീറ്റ്. ഇത് നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം. അതിനായിട്ട് കുക്കറിൽ മുട്ട ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് മൂടി വെച്ച് ഒരു 2 വിസിൽ കേൾക്കണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിനുള്ള മസാല വേഗം റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ആ ഒരു പച്ച കുത്തെല്ലാം മാറി വരുന്ന സമയത്ത് നമുക്ക് സവാള ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സവാള വേഗം ആവും. ഇപ്പോൾ നമ്മുടെ സവാള ഒരുവിധമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി ആ മഞ്ഞൾപ്പൊടിയുടെ കുത്തെല്ലാം മാറണ വരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയുടെ കുത്തെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, നമ്മളെപ്പോഴും ഈ പൊടികൾ ഇടുന്ന സമയത്ത് ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് വേണം പൊടികൾ ഇടാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവേ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പെരുംജീരകത്തിൻ്റെ പൊടി ഇടണം. ഞാൻ നേരത്തെ ആ പൊടികൾ എടുത്ത കൂട്ടത്തിൽ പെരുംജീരകത്തിൻ്റെ പൊടിയുടെ കാര്യം പറയാൻ വിട്ടുപോയി. ഒന്നില്ലെങ്കിൽ പെരുംജീരകമോ അല്ലെങ്കിൽ പെരുംജീരകത്തിൻ്റെ പൊടിയോ ഇടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടിക്ക് പിന്നെ നിങ്ങൾക്കറിയാലോ, ഒരു പച്ച കുത്തുണ്ട്. ആ പച്ച കുത്ത് മാറണ വരെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം. ഇതിപ്പോൾ പച്ചക്കുത്തെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, തക്കാളി ഇട്ട് കൊടുക്കുക. ഈ തക്കാളി നല്ലോണം ഇളക്കി തക്കാളി നന്നായിട്ട് വഴണ്ട് വരണം. ഇതിപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ മസാല ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച പഫ് പേസ്ട്രി ഷീറ്റ് കട്ട് ചെയ്തെടുക്കണം. ഞാനത് കട്ട് ചെയ്തത് അത്ര കറക്റ്റ് ഒന്നും ആയിട്ടില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തു.
ഇനി നമുക്കൊരു മുട്ടയുടെ എഗ് വൈറ്റ് എടുത്തിട്ട് മാറ്റി വയ്ക്കണം. എന്നിട്ട് നമുക്ക് ആ മുറിച്ച് വെച്ച ഓരോ പീസിലും മസാല ആദ്യം ഇട്ട് മുട്ട തിരിച്ച് വെച്ച് അത് വൃത്തിയിൽ പപ്സ് മടക്കുന്ന പോലെ മടക്കിയെടുക്കണം. എന്നിട്ട് നമുക്കതിൻ്റെ മുകളിൽ നേരത്തെ മാറ്റി വെച്ച എഗ് വൈറ്റ് ബ്രഷ് കൊണ്ട് തേച്ച് കൊടുക്കണം. ഇനി നമുക്ക് ആ എഗ് വൈറ്റ് എടുത്തിട്ട് ആ പപ്സിൻ്റെ മുകളിൽ എല്ലാത്തിൻ്റെയും നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയുടെ മുകളിൽ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്ത പപ്സ് ഓരോന്നായിട്ട് അതിനകത്തേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ബേക്കിംഗ് ട്രേ ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. ഓവനിൽ വെച്ച് കഴിഞ്ഞിട്ടൊരു 20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പപ്സ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്